ഒരു കാലത്ത് മനുഷ്യന് അശുദ്ധ വസ്തുവായിരുന്നു കേരളത്തിൽ. ഒരു ഭാഗത്ത് വിശാലമായ പാടങ്ങളും പറമ്പുകളും സ്വന്തമായി കൈയടക്കി വച്ചിരിക്കുന്ന കുറേ ജന്മിമാർ, മറുഭാഗത്ത് അവരുടെ ആ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പണിയാളർ. അവർ പ്രമാണിയുടെ മുമ്പിൽ അശുദ്ധരാണ്, ശുദ്ധിയില്ലാത്തവരാണ്. അവർക്ക് കയറിക്കിടക്കാൻ ഇടമില്ല, കഴിക്കാൻ ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ഉണ്ടെങ്കിലും അത് ധരിക്കാൻ പോലും അവകാശമില്ലാത്തവർ. ജാതിയുടെയും നിറത്തിൻ്റെയും പേര് പറഞ്ഞ് 7 നാഴിക അകലത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം. ഗ്രാമത്തിൻ്റെ പുറം ഭാഗങ്ങളിൽ ആരും കാണാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അടിയാള വിഭാഗം. ചരിത്രത്തിൽ അവർ ചിലയിടത്ത് ദളിതർ എന്നറിയപ്പെടും, ചിലയിടത്ത് പുലയരെന്നറിയപ്പെടും, ചിലയിടത്ത് പറയരെന്നറിയപ്പെടും, ചിലയിടത്ത് ചാന്നാന്മാരെന്നറിയപ്പെടും, ചിലയിടത്ത് ചണ്ഡാളന്മാർ എന്ന് അറിയപ്പെടും. അങ്ങനെ പല പല പേരുകളിൽ അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. തൂത്താലും തീരാത്ത ചവറുകൾ നിറഞ്ഞ കേരളത്തിൻ്റെ ഇത്തരം ചരിത്രത്തിൽ നമുക്ക് ഈ വരികൾ കൊണ്ട് ഒന്ന് ചെന്ന് നോക്കാം. ആ കേരളമുറ്റം തൂത്ത് വെടിപ്പാക്കാൻ ചൂലുമായി വന്ന ഒരുപാട്